ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തേരുന്നവനാണ്. ഹംസ റളിയല്ലാഹു തആല ഉഹുദിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം കത്തി കൊണ്ട് കീറി വികൃതമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ആ ശരീരം, ആ രംഗം കണ്ടിട്ട് കരഞ്ഞുപോയി. ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ആരോ പറഞ്ഞു, നബിയെ, വഹ്ശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്ശിയെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നു കളഞ്ഞേക്ക്. അത്ര വിഷമായി പൃഥ്വിയുടെ ശരീരം അങ്ങനെ കണ്ടപ്പോൾ. കാലം കുറെ കഴിഞ്ഞു, വഹ്ശി നാട് വിട്ടു. ഫത്ഹ് മക്കൻ്റെ അന്ന് വഹ്ശി തിരിച്ചു വന്നു. മക്ക വിജയത്തിൻ്റെ അന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് റസൂലുള്ളാഹി മാപ്പ് തരും എന്ന് ഉറപ്പ് കൊടുത്ത് വഹ്ശിയെയും കൊണ്ടുവന്നു. മുഖം മറച്ചിട്ടാണ് വഹ്ശി വരുന്നത്. കാരണം സഹാബാക്കൾ കണ്ട് വഹ്ശിയെ തിരിച്ചറിഞ്ഞാൽ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹിക്ക് സന്തോഷാവും, ഹംസയെ കൊന്ന ആളാണ്. ഖാതിലു ഹംസ എന്നാണ് അദ്ദേഹം, വഹ്ശി പിന്നീട് വിളിക്കപ്പെട്ട പേര്. ഹംസയെ കൊന്നവൻ, ഹംസയുടെ കൊലയാളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു, സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കി. ആരാണ്? നബിയെ, ഞാൻ വഹ്ശിയാണ്. അപ്പൊ തന്നെ റസൂലുള്ളാഹി ചോദിച്ചെന്താ അറിയോ? അഹുവ അഹുവ, എന്റെ പൃഥ്വിനെ കൊന്ന ആ വഹ്ശിയാണോ? അപ്പൊ അദ്ദേഹം അതേന്ന് പറഞ്ഞിട്ടാ മറുപടി പറഞ്ഞെന്താ അറിയോ? എനിക്കത് സംഭവിച്ചു പോയി നബിയെ. അതേന്ന് പറഞ്ഞ് സമ്മതിക്കുമ്പം റസൂലുള്ളാഹി തങ്ങൾക്ക് കൂടുതൽ സങ്കടാവും. അതിന് പകരം അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, എനിക്ക് സംഭവിച്ചു പോയി നബിയെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്ശി, നീ അന്ന് എങ്ങനെയാണ് എൻ്റെ ഹംസയെ കൊന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ അദ്ദേഹം വിവരിച്ചു കൊടുക്കാണ്. ഹിന്ദ് അവരുടെ ആഭരണങ്ങൾ മുഴുവനും എനിക്ക് തരാമെന്ന് വഅദ ചെയ്തു. എൻ്റെ യജമാനൻ ഹംസയെ കൊന്നാൽ സ്വതന്ത്രനാക്കാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തു. നബിയെ, എനിക്ക് അന്ന് ഇസ്ലാമും ഇല്ല, കുഫറും ഇല്ല. ഇതെന്താന്ന് പോലും എനിക്കറിയാം. ഞാൻ ഒരു അടിമയാണ്. എൻ്റെ മനസ്സിലുള്ള ആശ സ്വതന്ത്രനാവണം, ഈ പണവും പൊന്നും കിട്ടണം, വേറൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. ഞാൻ അതും വെച്ചിട്ടാണ് യുദ്ധത്തിന് പോയത്, അല്ലാണ്ട് ഇസ്ലാമിന് വേണ്ടി കുഫറിന് വേണ്ടി അങ്ങനത്തെ ചിന്ത നിനക്ക് അറിയില്ല, ഒന്നുമില്ല എനിക്ക്. ഞാൻ ചെന്നു, തക്കം പാർത്തിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് കയ്യിലും വാള് പിടിച്ചിട്ടാണ് ഉഹദിൽ യുദ്ധം ചെയ്യും. ഭയങ്കര ധീരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. സിംഹങ്ങളെ വേട്ടയാടലാണ് ഹംസയുടെ ഹോബി. ഒട്ടകപ്പക്ഷികളെ വേട്ടയാടും മരുഭൂമി പോയിട്ട്. എന്നിട്ട് ആ ഒട്ടകപ്പക്ഷികളുടെ തൂവൽ